ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പഞ്ചാബി ചിക്കൻ കറി. ബസ്മതി റൈസാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് പഞ്ചാബി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ്റെ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയ ജീരകവും പട്ട ബേ ലീഫ് ഇതെല്ലാം കൂടി പൊടിച്ചത് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് തൈരും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ അത്ര അങ്ങോട്ട് ചെയ്യേണ്ട. ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോൾവശം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ഇനി അടുത്ത് ഒരു 3-4 പീസും കൂടി ഉണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് റെഡിയായി. ഇനി നമുക്ക് കറിക്കുള്ള ഒരു കടായി സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കതിര് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഒരു 4 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇപ്പം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 തക്കാളി നന്നായി അടിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി അതിലത്തെ ആ വെള്ളത്തിൻ്റെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലിടുന്നത്. അതുകൊണ്ട് തന്നെ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മളിതിൽ 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചാബി ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു ഹാഫ് ഫ്രൈ ആവാൻ പാടുള്ളൂ. ആ ഗ്രേവിയൊക്കെ ഇതിന് മേലെ അവളത്തിനാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ എണ്ണയൊക്കെ ശരിക്കും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മേലെ കുറച്ച് മല്ലിയില തൂവി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഞ്ചാബി ചിക്കൻ കറി തയ്യാറായി. വളരെ ടേസ്റ്റി ആയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നാലും നല്ല സ്പൈസിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ പറഞ്ഞ പോലെ ബസ്മതി റൈസ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്